സർക്കാരിന്റെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും ആശീർവാദത്തോടെ വനനിയമ ഭേദഗതിക്കെതിരെ നിലമ്പൂർ MLA PV അൻവർ നടത്തുന്ന ജനകീയ യാത്ര കോൺഗ്രസിൽ ഉണ്ടാക്കുന്നത് വൻ ഭിന്നതയാണ്. KC വേണുഗോപാൽ മുതൽ K സുധാകരൻ വരെയുള്ള കോൺഗ്രസ് നേതാക്കളും ET മുഹമ്മദ് ബഷീർ MP ഉൾപ്പെടെയുള്ള ലീഗിലെ പ്രബല വിഭാഗവും PV അൻവറിന്റെ ജനകീയ യാത്രയെ പിന്തുണയ്ക്കുന്നതും ജാഥയ്ക്ക് ശേഷം PV അൻവർ കോൺഗ്രസിലെത്തുമെന്ന അഭ്യൂഹവും KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുന്ന നേതാക്കളെയാണ് ഏറെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഷൗക്കത്തിന് പുറമെ നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുള്ള DCC പ്രസിഡന്റ് VS ജോയിയും അൻവറിന്റെ നീക്കത്തിൽ പരിഭ്രാന്തിയിലാണുള്ളത്. അൻവർ കോൺഗ്രസിലെത്തിയാലും അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി അത് UDFന്റെ ഭാഗമായാലും മലപ്പുറം ജില്ലയിലെ ഈ കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടലുകളാണ് തെറ്റുക. അൻവറിന്റെ DMK പ്രവേശനം CPM നേതൃത്വം ഇടപെട്ട് തടഞ്ഞതോടെയാണ് അൻവർ തന്റെ പഴയ തട്ടകമായ UDFിലേക്ക് മടങ്ങാൻ നീക്കം തുടങ്ങിയിരുന്നത്. ഇതിന് KPCC അധ്യക്ഷൻ K സുധാകരന്റെയും K മുരളീധരന്റെയും രമേശ് ചെന്നിത്തലയുടെയും ശക്തമായ പിന്തുണയുമുണ്ട്. KC വേണുഗോപാലും ലീഗ് MP ET മുഹമ്മദ് ബഷീറും കൂടി പച്ചക്കൊടി കാട്ടിയതോടെ UDFിലേക്ക് അൻവറിന് മുന്നിൽ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇനി അറിയേണ്ടത് അൻവർ കോൺഗ്രസിൽ പ്രവേശനം നേടുമോ അതല്ലെങ്കിൽ UDFിൽ ഘടക കക്ഷിയാകുമോ എന്നത് മാത്രമാണ്. അൻവർ UDFിലെത്തിയാൽ നിലമ്പൂർ അദ്ദേഹത്തിനായി മത്സരിക്കാൻ വിട്ടുകൊടുക്കേണ്ടതായി വരും. ഇതിന് VS ജോയി സമ്മതിച്ചാലും ആര്യടൻ ഷൗക്കത്ത് സമ്മതിക്കാൻ സാധ്യതയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇടതുപക്ഷ സ്വതന്ത്രനായി ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതേസമയം അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനവും UDF ഘടകകക്ഷി പ്രവേശനവും തടയാൻ വേണ്ടി ആര്യടൻ ഷൗക്കത്ത് വിഭാഗം ഇതിനകം തന്നെ ചില നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അൻവറിന്റെ ജനകീയ യാത്ര വയനാട് DCC പ്രസിഡന്റ് അപ്പച്ചനും സമാപന പൊതുയോഗം മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീറും ഉദ്ഘാടനം ചെയ്യുമെന്ന വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ അൻവറിനെതിരെ നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വവും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF നേതൃത്വത്തെ വെട്ടിലാക്കുന്ന നീക്കമാണിത്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ മലയോര കർഷകർക്ക് വേണ്ടി ചെറുവിരലനക്കാതെ വഞ്ചിച്ചതിന് മാപ്പ് പറഞ്ഞു വേണം PV അൻവർ വനം നിയമ ഭേദഗതിക്കെതിരെ ജനകീയ യാത്ര നടത്തേണ്ടതെന്നാണ് നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഇതിന്റെ ഭാഗമായി വനം നിയമ ഭേദഗതിക്കെതിരെ നിലമ്പൂർ DFO ഓഫീസിലേക്ക് നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃത്വവും ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വന നിയമ ഭേദഗതിക്കെതിരെയും വന്യമൃഗ ആക്രമണങ്ങളിൽ നടപടിയെടുക്കാത്തതിനുമെതിരെ ജനകീയ പ്രക്ഷോഭത്തിനാണ് നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തുടക്കമിടുന്നത്. ജനുവരി 5 മുതൽ 10 വരെ നിലമ്പൂർ മേഖലയിലെ വഴിക്കടവ്, എടക്കര, മുത്തേടം, പോത്തുകല്ല്, ചുങ്കത്തറ, കരുളായി, അമരമ്പലം, ചാലിയാർ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കർഷക സദസ്സുകൾ നടത്തുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം 15, 16 തീയതികളിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലുടനീളം വാഹന പ്രചരണ ജാഥയും നടത്തുന്നുണ്ട്. ജനുവരി 3-ാം വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂർ DFO ഓഫീസിലേക്കാണ് ലോങ് മാർച്ച് നടത്തുന്നത്. സംസ്ഥാന നേതാക്കളും മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ നടപടിയെടുക്കാത്തതിനെതിരെ DFO ഓഫീസ് മാർച്ച് അടക്കമുള്ള ജനകീയ സമരം നടത്തിയ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുകയായിരുന്നു സർക്കാരെന്നും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം MLA ആയിട്ടും വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ മലയോര കർഷകർക്ക് വേണ്ടി ചെറുവിരലനക്കാതെ വഞ്ചിച്ചതിന് മാപ്പ് പറഞ്ഞു വേണം PV അൻവർ ജനകീയ യാത്ര നടത്തേണ്ടതെന്ന് സോഷ്യൽ മീഡിയകളിലും ഒരു വിഭാഗം കോൺഗ്രസുകാർ പ്രചരണം നടത്തുന്നുണ്ട്. മലയോര കർഷകർ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്നതിനാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ബിനോയ് വിശ്വം വനം മന്ത്രിയായിരിക്കെ പരസ്യമായി പ്രഖ്യാപിച്ച നേതാവായിരുന്നു ആര്യടൻ മുഹമ്മദ് എന്നാണ് ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ആര്യടൻ തടഞ്ഞ കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന മലയോര കർഷകരെ ദ്രോഹിച്ചത് PV അൻവർ MLA ആണെന്നാണ് അവരുടെ ആരോപണം. 2019 പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട വനത്തിൽ കുടിലുകെട്ടി താമസിക്കുന്ന 300 ആദിവാസി കുടുംബങ്ങളെ 6 വർഷമായി പുനരധിവസിപ്പിക്കാൻ പോലും കഴിയാത്ത MLA ആണ്
ഇപ്പോൾ സമരപ്രഹസനം നടത്തുന്നതെന്നും പ്രളയ ദുരന്തത്തിനിരയായ വനത്തിനുള്ളിലെ ആദിവാസികളെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്താണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് കുടിവെള്ളവും ബയോ ടോയ്ലറ്റ് സൗകര്യങ്ങളും അടക്കം ലഭിച്ചതെന്നും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് വിഭാഗമാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. PV അൻവറിനെ UDF-ൽ എടുക്കണമെന്ന അഭിപ്രായമുള്ളവരും ജില്ലയിലെ കോൺഗ്രസിലും ലീഗിലുമുണ്ട്. അൻവർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കി ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിയുമെന്നും അത് UDF വോട്ട് ബാങ്കിനെയും സ്വാധീനിക്കുമെന്ന മുന്നറിയിപ്പും ഈ വിഭാഗം നൽകുന്നുണ്ട്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിഭാഗത്തിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ട എന്ന നിലപാടാണ് എതിർചേരി ഉയർത്തുന്നത്. ഈ വാദം അംഗീകരിക്കപ്പെട്ടാൽ ആര്യാടൻ ഷൗക്കത്തിനും അദ്ദേഹം പിന്തുണയ്ക്കുന്നവർക്കും പിന്നെ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുകയില്ല. അവിടെയാണ് വലിയ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. കോൺഗ്രസിൽ നിന്നും ആര്യാടൻ ഷൗക്കത്ത് പുറത്തു വന്നാൽ ഇടതുപക്ഷ പിന്തുണയോടെ അദ്ദേഹം നിലമ്പൂരിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. ജില്ലയിലെ കോൺഗ്രസ് പൊതുവെ ആര്യാടൻ കോൺഗ്രസ് ആയി അറിയപ്പെടുന്നതിനാൽ ഷൗക്കത്തിനൊപ്പം അനുയായികളും അനുഭാവികളും പാർട്ടി വിട്ടാൽ അത് ഒടുവിൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.